ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ഗൗതമിന് ഡൗട്ട് അടിച്ചിട്ട് ആ ഒരു വീടിനകം മുഴുവൻ അരിച്ചു പറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നന്ദ അതിനകത്തുണ്ടോ എന്ന്. ഈ സമയത്ത് നമ്മുടെ നന്ദേനെയും പിങ്കിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദ പറയാം, എനിക്ക് എൻ്റെ മോളെ കാണണം പിങ്കി, എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടേ പറ്റൂ. എൻ്റെ മോളെ കാണാതെ ഇത്രയും നേരം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നതാ. എനിക്ക് എൻ്റെ മോളെ കാണണം. അത് നന്ദ ഇപ്പം നീ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ആ പോലീസുകാരെ ഒന്നെങ്കിൽ പോകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പം എനിക്ക് എൻ്റെ മോളെ കണ്ടേ പറ്റൂ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗൗതം നേരെ വന്ന് വാതിലിൽ കൊട്ടാണ് കേട്ടോ. പിങ്കി പിങ്കി എന്ന് വിളിക്കാം. പിങ്കിക്ക് വാതിൽ തുറക്കാൻ പറ്റുമോ? വല്ലാതെ അങ്ങ് പേടിച്ചു പോയി പിങ്കിയും നന്ദയും. അതൊരു പിങ്കി വാതിൽ തുറക്കുന്നില്ല. പിന്നെയും ദേഷ്യം വന്നിട്ട് ഗൗതം, പിങ്കി വാതിൽ തുറക്കാനാ പറഞ്ഞത്, നീ ആരോടെ ഈ സംസാരിക്കുന്നത്? അപ്പൊ പിങ്കി ഒന്നും മിണ്ടാതെ നിൽക്കാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ നമ്മുടെ നന്ദേനെ അവിടെ നിന്ന് മാറ്റി സൈഡിലേക്ക് മാറ്റി അപ്പുറം ടോയ്ലറ്റിന്റെ അങ്ങോട്ടേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്കി വാതിൽ തുറന്നു. വാതിൽ തുറന്ന ഉടനെ ചോദിച്ചു, എന്താ ഗൗതം? ഗൗതം എന്താ? എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ടോ? ഇത് എന്ത് പറ്റി? എനിക്കിത് ഫ്രഷ് ആകാൻ പോലും പറ്റത്തില്ലല്ലോ. അത് പിന്നെ നന്ദ ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ എവിടെയോ നന്ദ ഉണ്ടെന്നോ? ഓഹ്, ഏത് നേരവും നന്ദ നന്ദ നന്ദ. എൻ്റെ പൊന്നു ഗൗതം, ഒന്നും വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ നിങ്ങളെ ആരെങ്കിലും ശല്യം ചെയ്യാൻ വരുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഫ്രഷ് ആകാൻ വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകാൻ തുടങ്ങിയതാ. അപ്പോഴത്തേക്കാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ പ്രൈവസി നഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെയാണെങ്കിൽ. അത് പിന്നെ സോറി സോറി പിങ്കി, എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പൊക്കോളാന്ന് പറഞ്ഞ് ഗൗതം അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ നമ്മുടെ നന്ദനെ രക്ഷപ്പെടുത്തി പിങ്കി. ഈ സമയത്ത് കുട്ടികളെ കാണിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ ഭയങ്കര കുട്ടികളല്ല, നമ്മുടെ ഗൗരിമോളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പം ഗൗരിമോള് വല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും നന്ദുമോനെ വാ നമുക്ക് കളിക്കാന്ന് പറയുമ്പോൾ, എനിക്ക് പറ്റില്ല കളിക്കാൻ, എനിക്ക് വയ്യ. നന്ദുമോൻ കളിച്ചോ, എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ തോന്നുക. എൻ്റെ അമ്മ എവിടെയാന്ന് പോലും അറിയില്ലല്ലോ. എൻ്റെ അമ്മ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എനിക്ക് അറിയില്ല, എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ തോന്നുക എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തോട് കൂടി ഇരിക്കുമ്പം നമ്മുടെ നന്ദ ഇത് കേൾക്കാണ് കേട്ടോ. നന്ദ ഇത് കേട്ട് കഴിഞ്ഞാൽ നന്ദയ്ക്ക് സഹിക്കുമോ? നന്ദ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് ഓടി ചാടി ഇറങ്ങി വന്നിട്ട് മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും കുട്ടിക്കും വല്ലാത്തൊരു സ്നേഹവും, എന്താ പറയുക, ഒരു ദിവസം അമ്മേനെ കാണാതിരുന്നപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് പെടഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഗൗരിമോളും അമ്മേ ഇത് എവിടെയായിരുന്നു അമ്മേനെ എന്തിനാ അമ്മ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് കുട്ടി കരയാനും തുടങ്ങി. ഈ സമയത്ത് ലക്ഷ്മിയും മോഹിനിയും മഹേശ്വരനും ഒക്കെ വന്നു. എല്ലാവരും ഉണ്ട്. പുറകെ നമ്മുടെ പിങ്കിയും വന്നു. അങ്ങനെ ഇവരുടെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നോക്കി നിന്നവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയാണ്. പെട്ടെന്ന് ഗൗതമും ഇറങ്ങി വരികയാണ്. ഗൗതം ഇത് കാണുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എവിടെ പോയതായിരുന്നു? എന്നെ ഒരു തവണ പോലും വിളിച്ചില്ലല്ലോ. ഞാൻ നല്ല കുട്ടിയല്ലേ, ഞാൻ ചീത്ത കുട്ടിയല്ലല്ലോ. ഇനി ഞാൻ ചീത്ത കുട്ടിയായിട്ടാണോ അമ്മ എന്നെ ഇട്ടിട്ട് പോയതെന്ന് പറയുമ്പോൾ, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ, പിന്നെ അമ്മ എവിടെ പോയതാ? അപ്പൊ നന്ദുമോനും ചോദിക്കല്ല, പിന്നെ ആന്റി എവിടെ പോയതാ? ഇത്രയും നേരമായിട്ടും ഗൗരിമോള് വിളിച്ചിട്ട് എടുക്കാതിരുന്നത് എന്താ? അത് പിന്നെ ആന്റിയുടെ ഫോണ് സ്വിച്ച് ഓഫ് അല്ലായിരുന്നോ? എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? അപ്പം ഗൗരിമോളും ചോദിച്ചു, അമ്മയ്ക്ക് എവിടെ വേണേലും പോകാം, പക്ഷെ എന്നോട് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നോ? ഈ ഗൗരിമോള് ചീത്തക്കുട്ടിയാണോ? ചീത്തക്കുട്ടി ആയതുകൊണ്ടാണോ ഇനിയിപ്പം അമ്മ എന്നെ വിട്ടിട്ട് പോയത്? അമ്മ ഇനി എന്നെ വിട്ടിട്ട് പോയി ഞാൻ സഹിക്കില്ല കേട്ടോ. അയ്യോ മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. നീ എൻ്റെ ചീത്തക്കുട്ടിയല്ല, നീ എൻ്റെ പൊന്നു മോള. നീ ഇല്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല മോളെ. എന്നിട്ടാണോ എന്നെ ഇട്ടിട്ട് പോയത്? അയ്യോ, മോളെ ഇട്ടിട്ട് അമ്മ പോയതല്ല. അപ്പൊ വീണ്ടും നന്ദുമോൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ആന്റി എവിടെ പോയതാ? അല്ല, ആന്റി ജോലിക്ക് പോയതാന്ന് ഞങ്ങളോട് പപ്പ പറഞ്ഞല്ലോ. ആ, ആന്റി ആന്റി ഒരു ജോലിക്ക് പോവായിരുന്നു. അവിടെ കുറെ പേരുണ്ടായിരുന്നു. അവരെ ഈ ആന്റീനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതൊന്നും മക്കളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ബാ ഗൗരിമോളെ, നമുക്ക് പോകാം. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. ആ, നമുക്ക് പോകാം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടേ? അതാ പറഞ്ഞു ഗൗരിമോളെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങാൻ കേട്ടോ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ നിന്ന് പോലീസുകാര്, ദേ നന്ദ, പോകാൻ വരട്ടെ, അവിടെ നിൽക്ക്. അതെ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളിവിടെ നിൽക്കുമ്പം ഈ കുട്ടീനെ കൊണ്ട് പോകുന്നത് ശരിയാണെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? യു ആർ അണ്ടർ അറസ്റ്റ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട ഉടനെ ഗൗരിമോളും നന്ദുമോനും ഒക്കെ പേടിച്ചു പോയിട്ടോ. അപ്പൊ നന്ദുമോൻ പറഞ്ഞു, ഇതെന്തിനാ ഡോക്ടർ ആന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേ? ഡോക്ടർ ആന്റി എന്ത് തെറ്റാ ചെയ്തത്? അപ്പം ഗൗരിമോളും ചോദിക്കേ, അമ്മേനെ പോലീസുകാർ കൊണ്ടുപോകാന്നോ? എന്തിന്?
ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മേനെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ കുട്ടിയും കരയാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ പിങ്കി പറഞ്ഞത്, എന്താ ഗൗതമിന്റെ ഡിപ്പാർട്ട്മെന്റുകാരോട് പറയുന്നുണ്ടോ, ദേ ഇതിവിടെ പറ്റില്ല, ഇതിവിടെ നടക്കില്ല, ഇത് നിയമത്തിന് വിരുദ്ധമെന്ന് അറിയില്ലേ, ഒരു കുഞ്ഞിൽ നിന്ന് ഒരു അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്, എന്ത് അവകാശമാണ് ഇവർക്കുള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗൗതം തന്നെ പെട്ടെന്ന് പറയുകയാണ്, അത് പിന്നെ നിങ്ങൾ പൊക്കോ, എനിക്കല്ലായിരുന്ന പരാതി, എൻ്റെ പരാതി ഞാൻ പിൻവലിച്ചു, ഇനി പരാതിയൊന്നുമില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോൾ പോലീസുകാർ, അയ്യോ സാർ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്, ദേഷ്യപ്പെട്ടാണ്. അപ്പോഴത്തേക്ക് അവര് ശരി സാർ എന്ന് പറഞ്ഞ് അവരങ്ങ് പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ നന്ദ കുട്ടീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ കുട്ടിയായിട്ട് തിരിച്ചു പോവുക. പക്ഷെ ഗൗതമിന്റെ ആ ഒരു തീരുമാനം എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ പിങ്കി പറഞ്ഞു കേട്ടോ, ഇത് തന്നെയാ വേണ്ടത്, ഇത് തന്നെയല്ലെങ്കിലും വേണ്ടത്, ഒരമ്മയുടെ വിഷമം അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് ഗൗതമിന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും ഗൗതം വേറെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി വേറെ എന്തോ ചിന്താഗതിയിലൂടെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും മഹേശ്വരൻ നമ്മുടെ ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ, ഒരച്ഛന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ മോൻ ഒരു അമ്മയുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കണം. ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്തുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. അവള് സിംഗിൾ പേരന്റ് ആയിട്ടാണ് ആ കുട്ടീനെ വളർത്തിയതൊക്കെ. പക്ഷെ ആ കുട്ടിക്ക് ഒരു കുറവുമില്ല. ആ കുട്ടിക്ക് കൊടുക്കാവുന്നതിന്റെ സ്നേഹത്തിന്റെ അപ്പുറം നന്ദ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ കുട്ടി നന്ദയെ കണ്ടിട്ട് ഓടിച്ചെന്നത്. പിന്നെ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം അതങ്ങനെ പിടിച്ചു പറിച്ചു നേടാന്നുള്ളതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പം, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛ, എൻ്റെ സ്നേഹം, എൻ്റെ മകളോട് ഞാൻ കാണിക്കേണ്ട സ്നേഹമല്ലേ അവൾ നിരസിച്ചത്, അവൾക്ക് ഒരച്ഛനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമല്ലേ നന്ദ നിരസിച്ചത്, അവള് ചെയ്തത് ക്രൂരതയല്ലെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല മോനെ ഞാൻ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരച്ഛനില്ലാതെ ഒരു കുഞ്ഞിന് വളരാനായിട്ട് സാധിക്കും, പക്ഷെ ഒരു അമ്മയില്ലാതെ ഒരു കുഞ്ഞിന് വളരാനായിട്ട് അത്ര പെട്ടെന്ന് സാധിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, കോടതിക്ക് മുമ്പിൽ വരെ അമ്മ ഒരു തെറ്റുകാരിയാണെങ്കിലും അങ്ങനെ ആ ഒരു ബന്ധത്തെ തകർക്കാനായിട്ട് നോക്കില്ല. അതറിയാലോ നിനക്ക്, അമ്മയും മകളും തമ്മിലുള്ള ബന്ധം കോടതി മുറിയിൽ പോലും പരിശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേ മോൻ ചെയ്ത കാര്യം നല്ലത് തന്നെയാ, ഇപ്പൊ മോൻ ചെയ്തതാ ശരി, ആ ശരിയുടെ കൂടെ എന്ന് നിൽക്കണം. ശരി, ഈ ശരിയുടെ കൂടെ ഞാനെന്ന് നിൽക്കില്ല. എൻ്റെ മോള്, ഞാനാണ് അവളുടെ അച്ഛനെന്ന് അറിഞ്ഞാല് അവൾ എൻ്റെ കൂടെ നിൽക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അവൾ ആഗ്രഹിക്കുന്നതാ ഞാൻ അവളുടെ അച്ഛനാകണമെന്ന്, അവൾ അന്വേഷിക്കുന്നതാ അവളുടെ യഥാർത്ഥ അച്ഛൻ ഏതാണെന്ന്. അപ്പം അവളുടെ അച്ഛൻ ഞാനാണെന്ന് അറിഞ്ഞാലേ അവള് എൻ്റെ കൂടെ വരും, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും 100% ശരിയാണ് മഹേശ്വരൻ പറഞ്ഞത്. ഒരമ്മ ഇല്ലാതെ ഒരു കുഞ്ഞിന് വളരുന്ന കാര്യം അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. ഒരച്ഛനില്ലാതെ കുഞ്ഞിന് എങ്ങനെയെങ്കിലുമൊക്കെ വളരാനായിട്ട് സാധിക്കും. പക്ഷെ ഒരമ്മ ഇല്ലാതെ വരുന്ന ആ ഒരു അവസരം, അമ്മ കൊടുക്കേണ്ട സ്നേഹം, പരിഗണന, ആ ഒരു വാത്സല്യമൊക്കെ ഒരമ്മയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോ എത്ര അമ്മമാര് വന്നാലും പെറ്റമ്മ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മുടെ മഹേശ്വരൻ പറഞ്ഞത്. അത് അവരുടെ ആ അറിവ് കൊണ്ടായിരിക്കാം, ലോക പരിചയം കൊണ്ടായിരിക്കും. പക്ഷെ ഗൗതമിന് പെട്ടെന്ന് അതൊന്നും തലയിൽ കയറില്ല. തൻ്റെ കുഞ്ഞിനെ അകറ്റിയല്ലോ തന്നിൽ നിന്നും എന്നും മാത്രമാണ് ഗൗതം ചിന്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ പവിത്രയുടെ സീനാണ് കേട്ടോ. പവിത്രയും അരുണും തമ്മിലുള്ള സീനാണ്. അങ്ങനെ പവിത്രേനെ കനകമ്മ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയുന്നു. ഇതൊക്കെ ഒളിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ അരുൺ. അപ്പൊ അരുൺ വിളിക്കുന്നത് ഇവളുടെ മറ്റവനാണ്, ഇവളുടെ അവിഹിത ബന്ധത്തിലുള്ളവനാണ് എന്ന് ഓർത്തിട്ട് നമ്മുടെ പവിത്ര അവിടെ നിന്ന് നേരെ കനകമ്മയുടെ അടുത്ത് പോകുമ്പം നമ്മുടെ പവിത്രേനെ ഫോളോ ചെയ്തു പോകാൻ തീരുമാനിക്കുക. അപ്പൊ ആരാണ് മറുവശത്ത് വിളിച്ചതെന്നൊന്നും അറിയില്ല, ഏതോ ഒരുത്തനാണെന്നാണ് അരുണിന്റെ ഒരു വിചാരം. അപ്പൊ അരുണ് അങ്ങനെ ബ്ലാക്ക്മെയിൽ അല്ല, ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ പവിത്ര അച്ഛനോട് അനുവാദമൊക്കെ ചോദിച്ചിട്ട്, അച്ഛൻ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു. അപ്പം നിനക്ക് വേണ്ട കൂട്ട് ഞാൻ വരാന്ന് നമ്മുടെ അരുണിന്റെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും, വേണ്ട ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞാണ് നമ്മുടെ പവിത്ര അവിടുന്ന് പോകുന്നത്. അവിടെ നിന്ന് ചെന്ന് നേരെ ഏതായാലും കനകമ്മയുടെ അടുത്താണ്. അപ്പം കനകമ്മ ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും സ്വർണം തട്ടിക്കുക, പൈസ തട്ടിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മോതിരത്തിന്റെ തൂക്കം കുറഞ്ഞു പോയി, മുക്കാപ്പവനേ ഉള്ളൂ, അതുകൊണ്ട് ഒരു വളയും കൂടി വേണമെന്നും പറഞ്ഞ് നമ്മുടെ പവിത്രേനെ ഭീഷണിപ്പെടുത്തുന്നു. ഏതായാലും ഇത് മാറി നിന്ന് നമ്മുടെ അരുൺ കാണും. ഏതായാലും അരുൺ എന്ത് വിചാരിക്കും, ഇനി അരുൺ വേറെ വല്ല രീതിയിലും തെറ്റിദ്ധരിക്കുവോ, അതോ ഇനി അതിനിടയ്ക്ക് വല്ല ആണുങ്ങളും വന്ന് സംസാരിക്കാൻ കയറിയാൽ അയാളെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പൊ നമ്മള് നയനയുടെയും ആദർശിന്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മൾ മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് കയറി കണ്ടിട്ട് നോക്കോളൂ കേട്ടോ. അടിപൊളി വിശേഷമാണ്.
ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഗോമതിയുടെയും ബാലൻ്റെയും വിശേഷമാണ്. അത് നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോറി, റിയൽ സ്റ്റോറി ന്യൂവിനകത്തല്ല, റിയൽ സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റിയൽ സ്റ്റോറി ന്യൂ ഈ ചാനലിൻ്റെ പേരാണ്. നമുക്ക് ഈ റിയൽ സ്റ്റോറി എന്ന് 2 ചാനലിലും പേര്, ഒരെണ്ണത്തിന് ന്യൂ എന്നും ഒരെണ്ണത്തിന് റിയൽ സ്റ്റോറി ഇതും. റിയൽ സ്റ്റോറി ന്യൂയും റിയൽ സ്റ്റോറിയും. പക്ഷെ ഉണ്ടല്ലോ, അങ്ങനെ രണ്ടും ഒരേ പേരായതുകൊണ്ട് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മുടെ ചാനൽ ഇത്ര ആയതുകൊണ്ട് പെട്ടെന്ന് പേര് മാറ്റാനും പറ്റില്ല കേട്ടോ. നമുക്ക് അങ്ങനെ പേര് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പം റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അത് മാറ്റി വേറൊരു ചാനലിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് ക്ലിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യത്തെ മെയിൻ ചാനലിൻ്റെ പേര് തന്നെ ജിൽ ചിന്നു 1, ജിൽ ചിന്നു 2, 3 അങ്ങനെ വല്ലതും ഇടണമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്കതിന് പറ്റിയില്ല. ഏതായാലും കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്താണ് ഇപ്പം ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിയൽ സ്റ്റോറിക്കകത്താണ് പത്തരമാറ്റിൻ്റെ അപ്കമിങ് വിശേഷവും ഗോമതിയുടെയും ബാലൻ്റെയും പ്രമോയും ഫുൾ വിശേഷവും ഒക്കെ ഇടുന്നത്. പിന്നെ മെയിൻ ചാനലായ ജിൽ ചിന്നുവിലാണ് രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഇടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.